ഹലോ, നമുക്കിന്ന് തൃശ്ശൂർ സ്റ്റൈലിൽ കുടംപുളിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചൊരു മീൻ കറി ഉണ്ടാക്കാം. നമുക്കിഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇത് കറുത്ത ആവോലി മീനാണ്. ഇത് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മീൻ കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് വെക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി കുറച്ച് കുതിർക്കാനായിട്ട് വെക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ച് വെക്കാം. ഒരു 5-6 ഉള്ളി ചതച്ച് വെക്കാം. കുറച്ച് കറിവേപ്പില എടുക്കാം. ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്ത് വെക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇങ്ങനെ അരച്ചെടുക്കാം. അരമുറി തേങ്ങയിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. അതിനായിട്ട് മീൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുടംപുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. കറി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. മീൻകറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തവി വെച്ച് ഇളക്കണമെന്നില്ല, ചട്ടി എടുത്തൊന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചാലും മതി. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. പുളി കൂടുതലാണെങ്കിൽ 1-2 കഷ്ണം കുടംപുളി എടുത്ത് മാറ്റാം. കറി നന്നായി തിളച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നതിന് ശേഷം നമുക്കിത് താളിച്ചെടുക്കാം. മീൻകറി താളിക്കുന്നതിനായിട്ട് അല്പം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നമുക്ക് ഈ മീൻകറി താളിച്ചെടുക്കാം. ഇത് താളിക്കുന്ന നേരത്ത് നല്ല മീൻകറിയുടെ മണമാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, ഇതൊരു അന്തസ്സ മീൻകറി തന്നെയാണ്. മീൻകറി മിക്കപ്പോഴും നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാറുള്ളത് തന്നെയാണ്. അതുപോലെ മീൻകറി ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു മീൻകറി തന്നെയാണ്. തൃശ്ശൂർ സ്റ്റൈലിൽ മാങ്ങ ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്ന മീൻകറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കണ്ടു നോക്കിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.